അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിന്ന് ഒരു പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കല്യാണമൊന്നുമല്ല, വെഡിങ് ആനിവേഴ്സറി. ഫസ്റ്റ് ടൈമാണ് വെഡിങ് ആനിവേഴ്സറിക്ക് പറയണ്ട. അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ അത് മാത്രല്ല, ഞങ്ങൾക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഒരു 3 പടം ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞങ്ങൾ കണ്ടു. ഒന്ന് പടലുമനെ ചിത്തിനി, 2 ഗു, 3 മായിണ്ടി ബംഗാരം. ഞാൻ ഒരു താഴെ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം കേട്ടോ. ചിത്തിനിക്കകത്ത് നമ്മുടെ പ്രേതത്തിനെ കാണിക്കുന്ന സാധനം അത് ഇടിവെട്ട് പ്രേതം വളഞ്ഞത് തന്നെ. എനിക്ക് നമുക്ക് പടം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ 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 അങ്ങടെ വരും, അടിമുടി അങ്ങടെ വിറച്ച്. ഒരു നമ്മൾ ഈ മലയാള സിനിമയെ നശിപ്പിക്കുക. ഞങ്ങളൊക്കെ നല്ല നല്ല സിനിമകൾ കാണും, നല്ല നല്ല അഭിപ്രായങ്ങൾ പറയും. നമ്മളങ്ങനെ പടങ്ങളൊന്നും മോശമായിട്ട് അങ്ങനെ ഒരുപാട് അങ്ങനെ പറയാതെയാ. പക്ഷെ ഇതേപോലെയൊക്കെ പടം എടുത്തു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ പ്രതികരിക്കാണ്ടിരിക്കണേ? ശരിക്കും പറഞ്ഞ എന്റെ 2 മണിക്കൂർ പോയ 2 മണിക്കൂർ 2.5 മണിക്കൂർ പാണ്ടാനടക്കാനായിട്ട് നമ്മള് തുടക്കം മുതൽ നമ്മൾ ഇങ്ങനെ കണ്ടോണ്ടിരുന്നിട്ടേ. അതോ സ്റ്റോറി, അയ്യോ അതിന്റെ സ്റ്റോറി നീ കണ്ടായിരുന്നു? ഹനുമാനെ സ്റ്റോറി നീ കണ്ടോ? ഏതാ? ചിത്തിനിയുടെ സ്റ്റോറി. ചിത്തിനിയായിട്ട് പൊളിഞ്ഞ. ഗു ശരിക്കും പറഞ്ഞാൽ ഞാൻ മൊത്തം കണ്ടില്ല. ഗു കണ്ടത് ഇവനാ. പിന്നെ ഞാൻ കണ്ടത് ബായിണ്ടി ബംഗാര, നമ്മുടെ സമന്തയുടെ ഒരു പടം, ഒരു തെലുങ്ക് പടം മലയാളത്തില്. അതാണെങ്കിൽ മറ്റേ തുടക്കമൊക്കെ ഇങ്ങനെ നൈസായിട്ട് പോയിട്ട് അവളുടെ ഒരു പാസ്റ്റ് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങും. എൻ്റെ ആ പൊന്നോ വെറുപ്പിരുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അജാതി വെറുപ്പിര്, ശോകമോകായ പൊളിഞ്ഞ സാധനം. അപ്പൊ പിന്നെ വേറെ ഒരു കാര്യം എന്നാ, ചിത്തിനി. അപ്പൊ ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള പടങ്ങളൊന്നും പടച്ച് വിട്ടരുത് കേട്ടോ. നിങ്ങൾക്ക് സിനിമ എടുത്ത് പഠിക്കാനാണെങ്കിൽ നമ്മുടെ അനുഭവം ഒരു 10-25 കൊച്ചുകഥകളും സാധനമൊക്കെ അവനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റീൽസ് ആയിട്ടും എന്റെ കൂട്ടുകാരെ സ്റ്റോറി കേട്ടോ. അവന്റെ കൂട്ടുകാരുടെ സ്റ്റോറി ഒരുപാടുണ്ട്. എന്തൊക്കെയോ പറയണ്ട്. അവൻ കൊറേ സാധനമൊക്കെ അവൻ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ ഞങ്ങൾ അത് തരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ പോലുള്ള ഒരു സമയം കളയരുത്. ഡയലോഗ് ഏറ്റവും മൊത്തത്തിൽ ഭയങ്കര ശോകമാണ്, നമുക്ക് ഒട്ടും കൊണ്ട് പിടിക്കില്ല. പിന്നെ നമ്മുടെ ആ നടനെ, സിനിമ നടന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായി. പക്ഷെ പുള്ളി കൊണ്ട് തലയും വെച്ചിട്ട് ഞാൻ പുള്ളിയുടെ ഒരു അഭിമുഖവും പ്രസംഗവും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലതായിരിക്കും, സെറ്റായിരിക്കും എന്നൊക്കെ എന്ന പ്രതീക്ഷിച്ചാണ് നമ്മൾ പടം കണ്ടത്. സാധാരണ നമ്മളങ്ങനെ പടങ്ങളെ അങ്ങനെ കുറ്റം പറയണില്ല. നമ്മളൊരു ഹൊറർ ഒക്കെ പിടിക്കുമ്പോൾ ഒന്നെങ്കിൽ സിനിമ പിടിക്കുകയാണെങ്കിൽ നമ്മൾ കാശ് മുടക്കി പിടിക്കണമല്ലേ. അപ്പൊ അത് അടിപൊളിയായിട്ട് തന്നെ പടം പിടിക്കുക. ഒരാള് ഇപ്പൊ തിയേറ്ററിൽ ഇറങ്ങിയ പടം നമ്മൾ ഒറ്റിയാണ്. നമ്മൾ ആക്ച്വലി ഒരു ഹൊറർ മൂവി ഒക്കെ എടുക്കണം. എന്തിനാ? കാണണം, പേടിക്കണം. നമ്മളൊക്കെ നന്നായിട്ട് പേടിക്കണം. ഞാനൊക്കെ പണ്ട് 6 മണി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണ്ടായിരുന്നു. ആ മാതിരി പേടിക്കണം ചെയ്യുക. പക്ഷെ നമുക്ക് പോലും പേടി വന്നില്ലെങ്കിൽ അത് ഭയങ്കര ശോകമാണ്. കാരണം അതിന്റെ പേടി തെറ്റിയാണ്. അപ്പൊ നിങ്ങള് ഒരു മനുഷ്യനെ പേടിപ്പിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ പടം എടുക്കാൻ അറിയില്ലെങ്കിൽ അതിന് മുതിരാതിരിക്കുക. വെറുതെ എന്തിനാ പാവപ്പെട്ട പ്രൊഡ്യൂസറിന്റെ പൈസ കളയണേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മളൊന്ന് പ്രതികരിക്കുക എങ്ങനെ ചെയ്യണം. അത് എനിക്ക് അത്രയും കണ്ട് ഇറിറ്റേഷൻ കഴിഞ്ഞ് പടം കണ്ടിട്ട്. ഇപ്പോൾ കാര്യം പറഞ്ഞാൽ കാണാണ്ടിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ കണ്ടുപോയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഇതാണ് ആ പടത്തിനെ കുറിച്ച് പറയാനുള്ള. ആരെങ്കിലും പറ്റുവാണെങ്കിൽ പടത്തിലൂടെ തല വെക്കാതിരിക്കുക. പിന്നെ വേറെ അതുപോലെ തന്നെ ഗൂവിനും കൊണ്ടേ വെക്കാണ്ടിരിക്കുക, മായിണ്ടി ബംഗാരത്തിനും കൊണ്ടേ വെക്കാണ്ടിരിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ ഞങ്ങളെ പോലെ പാഴാക്കാതിരിക്കുക. ഏതാ മായിണ്ടി ബംഗാരം? നമ്മള് കണ്ടില്ലല്ലോ, സമന്തര പടന്നിലിരുന്ന. അത് തുടക്കം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഇടിക്കണം. പിന്നെ വേറെ അപ്പൊ ഞങ്ങളിങ്ങനെ യാത്രയായി സൂര്യോദയം എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. സെറ്റ് വണ്ടി ഓടിക്കണം. പിന്നെ അപ്പൊ വേറെ ഒന്നുമില്ല. അപ്പൊ ഇനി നെക്സ്റ്റ് ഞങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇതുപോലെ അഭിപ്രായം പറയാം. പിന്നെ ഞങ്ങളിപ്പോ പോകുമ്പോ നമ്മുടെ അവിടുത്തെ മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റേ വെഡിങ് ആനിവേഴ്സറിയുടെ പരിപാടി, അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഡാൻസ് കളിക്കുന്നതും
ഞങ്ങളുടെ കലാകുസൃതികളും എല്ലാം നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഓക്കെ.